അപ്പോൾ വേടൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ വേടൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് വെറും പച്ചയായിട്ടുള്ള ജാതി രാഷ്ട്രീയമാണ്. സവർണ്ണനും അവർണ്ണനും തമ്മിലുള്ള വ്യത്യാസം വിളിച്ച് പറയുന്ന ഒരു രാഷ്ട്രീയം. നമ്മുടെ LDF സർക്കാർ വന്ന സമയത്ത് രാധാകൃഷ്ണനാണ് നമുക്കിവിടെ ദേവസ്വം മന്ത്രിയായിട്ട് വന്നത്. അപ്പോൾ അതിൽ പകരം ഒരു റവല്യൂഷണറി തോട്ടൊന്നും ഈ ജാതി രാഷ്ട്രീയത്തിൽ വരാൻ വേണ്ടിയിട്ടില്ല. പിന്നെയും ഇന്നും വേടം പറയുന്ന ഈ രാഷ്ട്രീയം ഏതാണെന്ന് തിരിച്ചറിയേണ്ടത് ഇന്നത്തെ തലമുറയുടെ തന്നെ ആവശ്യമാണ്. നമ്മുടെ മരിച്ചുപോയ മധുവിനെക്കുറിച്ചോ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉന്നതിയിലെത്തിയ CK ജാനുവിനെക്കുറിച്ചോ ഒന്നും ഒരു പാട്ടുകളിലും വേടം പറഞ്ഞ് കണ്ടിട്ടില്ല. അപ്പോൾ വേടൻ്റെ സമൂഹത്തിൽ തന്നെ സംഭവിച്ച നല്ലതിനെക്കുറിച്ചോ ചീത്തയെക്കുറിച്ച് പറയാൻ സമയമില്ല. വേടം പറയുന്നത് എപ്പോഴും സവർണ്ണനായിട്ടുള്ള വ്യത്യാസത്തെക്കുറിച്ച്. മതങ്ങളുടെ രാഷ്ട്രീയമാണ് നമുക്കിവിടെ ആദ്യം തിരുത്തപ്പെടേണ്ടത്. കാരണം നമ്മുടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അവരിന്ന് ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ടൂളാണ് മതങ്ങളിലെ രാഷ്ട്രീയം. അപ്പോൾ അത് മാറി നല്ലൊരു സെക്യുലർ തോട്ട് വന്നാൽ മാത്രമേ നമുക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരൂ. ഇപ്പോൾ വേടൻ എന്ന് മതങ്ങളിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു, അന്ന് മുതൽ വേടൻ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിൻ്റെ പകുതി പോലും പിന്നെ കിട്ടില്ല. ഇപ്പോൾ വേടൻ ചെയ്യുന്നത് ഒരു മതത്തിൽ മാത്രമുള്ള ജാതി രാഷ്ട്രീയം പറയുന്നതുകൊണ്ടാണ് വേടൻ ഇത്രയും സപ്പോർട്ട് കിട്ടുന്നത്. നാളെ വേടൻ മറ്റ് മതങ്ങളിലെ ജാതീയമായിട്ടുള്ള തോട്ടുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വേടൻ ഈ സപ്പോർട്ട് പതുക്കെ കുറയും. വേടനെതിരെ 2021 ഒരു കൂട്ടം സ്ത്രീകൾ ചേർന്ന് ഒരു കേസ് വന്നു, പീഡന പരാതി. അപ്പോൾ അന്ന് വേടൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ച് പുറത്ത് വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വേടൻ പിന്നെ എന്താണ് ചെയ്തത്? അതിന് നിരുപാധികം മാപ്പ് അപേക്ഷിക്കുകയാണ് ചെയ്തത്. അത് വേടൻ്റെ വിക്കിപീഡിയ പേജിലുണ്ട്. അതുപോലെ ഹിന്ദു പേപ്പറിലൊക്കെ ആർട്ടിക്കിളൊക്കെ വന്നിട്ടുണ്ട്. അതേക്കുറിച്ച് ഞാൻ ഗൂഗിളിൽ കാണാം. അത് ഇന്നത്തെ വേടൻ ആവുന്നതിന് മുന്നേ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് വേടനം പറയുന്ന പോലുള്ള ഒരു ജാതി രാഷ്ട്രീയമല്ല. നമുക്കിവിടെ വേണ്ടത് ഒരു സെക്യുലർ തോട്ടാണ് വേണ്ടത്. ഇന്ന് 95% ആളുകളും ഈ ജാതി രാഷ്ട്രീയം പിടിച്ചിരിക്കുന്നവരൊന്നുമല്ല. അപ്പോഴും നമ്മൾ ഈ ജാതി പറഞ്ഞ് അതിനെക്കുറിച്ച് ചിന്തയില്ലാത്തവരുടെ മനസ്സൂടെ മലിനപ്പെടുത്താതിരിക്കുക.